Good morning. Good morning, Miss. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് ഹോസ്പിറ്റൽ പ്ലാനിങ്ങിൽ എടുത്തത്? റീജിയണലൈസേഷൻ അല്ലേ പറഞ്ഞു തുടങ്ങിയത്? വാട്ട് ഈസ് റീജിയണലൈസേഷൻ അല്ലേ പറഞ്ഞു തുടങ്ങിയത്? ആണോ? ഇതാണ് ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായ ആരുമില്ലേ? മിസ് ആദ്യത്തെ ആ ഒരു പാരഗ്രാഫ് ആ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ വരെ നമ്മൾ അതിന്റെ ഒരു കൺസേൺസ് വരെയുള്ള ഒരു പാരഗ്രാഫ് ഇല്ലേ, അത് പഠിത്തോളാം. അവിടെ വരെ എടുത്തു അല്ലേ? ശരി. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് റീജിയണലൈസേഷനിൽ നമ്മൾ ആദ്യമായി പറഞ്ഞത് ഈ ഒരു റീജിയണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് സ്ഥാപിക്കുകയാണ്? ലെവൽസ് ഓഫ് കെയർ അല്ലെ, പരിചരണ തലങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ പരിചരണ തലങ്ങൾ എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്നുള്ള എവിടെ റേഞ്ച് എങ്ങനെ വരും? ഫ്രം പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ അല്ലെ, കമ്മ്യൂണിറ്റി ലെവലിൽ നോക്കുമ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ടു ജനറൽ ഹോസ്പിറ്റൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് പോളിക്ലിനിക്കുകൾ ഇന്റർമീഡിയറ്റ് ലെവൽ വരുന്നത്. ഒരു കമ്മ്യൂണിറ്റി ലെവലില് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വരുന്നു. ഇനി ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുമ്പോ അവിടെ ജനറൽ ഹോസ്പിറ്റലുകളും സ്പെഷ്യലൈസ്ഡ് പോളിക്ലിനിക്കുകളും വരുന്നു. ഇനി എന്തിൽ ചെന്നാണ് അത് കലാശിക്കുന്നത്? The teaching and research as a modern concern, a major concern, teaching പരമായിട്ട് റിസർച്ചുകൾ ഇങ്ങനെയുള്ള കൂടുതൽ വിഷയങ്ങളെ കൂടുതൽ പ്രാധാന്യ വിഷയങ്ങളാക്കി എടുക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഉള്ള എല്ലാ തരത്തിലുമുള്ള പ്രാക്ടീസസുകളും കൊടുക്കുന്ന ഹയർ ആയിട്ടുള്ള മെഡിക്കൽ സെന്ററുകൾ മുഖേനയുള്ള സ്ഥാപനങ്ങളിലാണ് ആ ഒരു ലെവൽ ചെന്ന് അവസാനിക്കുന്നത്. അങ്ങനെ ഒരു ലെവലിനനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പരിചരണ തലങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കണം ഹോസ്പിറ്റലുകൾ നിർമ്മിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എന്നാണ് റീജിയണലൈസേഷനിലൂടെ പറയുന്നത്. അത് ക്ലിയർ ആണോ? ആ ഒരു റീജിയണലൈസേഷന്റെ ലെവൽസ് ഓഫ് കെയർ എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ആണോ? അത് ഓക്കെ. Then the relationship between organizational scale on one hand and the effectiveness and efficiency on the other influences indirectly their number and location. എപ്പോഴും ഒരു ഓർഗനൈസേഷൻ സ്കെയിൽ, അതായത് ഒരു ഓർഗനൈസേഷന്റെ സൈസ്, സ്കോപ്പ്, അതുപോലെ തന്നെ അത് ഒരു വശത്ത് അങ്ങനെ അത് മറ്റു വശത്ത് അതിന്റെ കാര്യക്ഷമത, ഫലപ്രാപ്തി നമുക്ക് എത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കുമ്പോൾ അത് ഈ പറയുന്ന ആ ഒരു ഹോസ്പിറ്റൽ വരുന്നതിന്റെ നമ്പറുകളില് അല്ലെങ്കിൽ ലൊക്കേഷനുകളിലൊക്കെ പരോക്ഷമായിട്ടാണെങ്കിലും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് ഒരു ഹോസ്പിറ്റൽ, നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോൾ അത്രയും മതിയായ നമ്പറുകളിൽ ചിലപ്പോൾ നമുക്ക് സ്ഥാപിക്കാൻ പറ്റാതെ വരാം, അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ചിലപ്പോൾ ലൊക്കേഷൻസ് നല്ല രീതിയിൽ കിട്ടിയില്ല എന്ന് വരാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ എപ്പോഴും ഈ പറയുന്ന ഒരു ലെവൽസ് ഓഫ് കെയർ അനുസരിച്ചാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പോലെയുള്ള ഓരോരോ ഏരിയയിലായിട്ട് നമുക്ക് അങ്ങനെയുള്ള ഹെൽത്ത്, അപ്പൊ അതിനൊക്കെ ഒരുപാട് സ്പേസോ കാര്യങ്ങളോ വേണ്ടി വരുന്നില്ല അല്ലെ. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലില് ജനറൽ ഹോസ്പിറ്റലോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയറുകൾ കൊടുക്കുന്ന മെഡിക്കൽ സെന്ററുകൾ കാര്യങ്ങളാവും. അതിനനുസരിച്ചുള്ള ലൊക്കേഷൻസ് വേണം. അതിനനുസരിച്ച് നമുക്ക് അതിനുള്ളിലുള്ള നമ്പറുകൾ ഒരുപാട് വരാൻ പാടില്ല അല്ലെ. കാരണം അതിനനുസരിച്ചുള്ള വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് എഫക്റ്റീവ് കോസ്റ്റ്ലി ആണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു വലിയ രീതിയിലുള്ള മെഡിക്കൽ കോളേജുകളോ അല്ലെങ്കിൽ മെഡിക്കൽ സെന്ററുകളോ ഒക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു റീജിയനിലെ ഒരു പർട്ടിക്കുലർ പ്രത്യേകമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ബേസ് ചെയ്ത് ഒരെണ്ണമായിരിക്കും ഈ പറയുന്ന താഴെയുള്ള എല്ലാ ഹോസ്പിറ്റലും റെഫർ ചെയ്ത് വരാൻ പറ്റുന്ന രീതിയിൽ ഒരെണ്ണമൊക്കെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുക. So the regional planning envisages creating a hospital system on a 3-tier basis. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ചോദിക്കാറുണ്ട് കേട്ടോ, ലെവൽസ് ഓഫ് കെയർ ചോദിക്കാറുണ്ട്. രണ്ടാമത് ചോദിക്കാവുന്നതാണ് ഒരു 3-tier basis, ഒരു ത്രിതല
അടിസ്ഥാനത്തില് അല്ലെ, ഒരു ത്രിതല അടിസ്ഥാനത്തില് ആണ് ശരിക്കും ഒരു ഹോസ്പിറ്റൽ സംവിധാനം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. റീജിയണലൈസേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ക്രിയേറ്റിംഗ് എ ഹോസ്പിറ്റൽ സിസ്റ്റം ഓൺ എ 3-tier basis, ഒരു ത്രിതല അടിസ്ഥാനത്തില്, ഒരു ത്രിതല ലെവൽ, ഒരു 3 ലെവലിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും റീജിയണലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതും. ഓക്കെ, 3-tier basis ചോദിക്കാറുണ്ട്. 2-tier ആണോ, 1-tier ആണോ, 3-tier ആണോ ചോദിക്കുക. MSc ചെയ്യുന്നവർ മനസ്സിലാക്കുക കേട്ടോ. Then the normal community is served with local hospital. ഒരു നോർമൽ കമ്മ്യൂണിറ്റി, ഈ ഒരു 3-tier basis നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തെ ലെവൽ എന്ന് പറയുമ്പോ എന്താണ്? The normal community is served with a hospital system. എന്താണ്? ലോക്കൽ ഹോസ്പിറ്റൽസ്, റൂറൽ ഹോസ്പിറ്റൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പോലെയുള്ള കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലുകളില്ലേ നമ്മുടെ നാട്ടില് ഇല്ലേ? ഓരോരോ റീജിയൻ, ഓരോരോ പർട്ടിക്കുലർ ഏരിയ ബേസ് ചെയ്തിട്ട് അല്ലെ ലോക്കൽ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ റൂറൽ ഹോസ്പിറ്റൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഓഫ് സേ 30 to 100 ബെഡ്സ്, 30 മുതൽ 100 ബെഡ്സ് വരെയുള്ള ഒരു കപ്പാസിറ്റി ആയിരിക്കും ഈ പറയുന്ന റൂറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലോക്കൽ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുക. അതാണ് ഏറ്റവും താഴ്ന്ന ടയർ അല്ലെങ്കിൽ ലെവൽ എന്ന് പറയുന്നത്. ഇനി പ്രോബബിളി അൺഡിഫറൻഷിയേറ്റഡ് പ്രൊവൈഡിംഗ് ജനറൽ, മെഡിക്കൽ, സർജിക്കൽ ആൻഡ് മെറ്റേണിറ്റി കെയർ. ഈ പറയുന്ന സാധാരണ ഒരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം യാതൊരുവിധ വിവേചനമോ കാര്യങ്ങളോ വ്യത്യാസമോ ഒന്നുമില്ലാതെ വരുന്ന എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള പൊതുവായിട്ടുള്ളതോ ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിസിൻ പരമായിട്ടുള്ള സർജിക്കൽ പരമായിട്ടുള്ള ചെറിയ ചെറിയ സർജറികൾ അല്ലെങ്കിൽ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും ഫെസിലിറ്റികളും ഒക്കെ തരുന്നുണ്ട്. ഉണ്ടല്ലോ, ഒരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലൊക്കെ ചെന്നാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള വലിയ രീതിയിലുള്ളതൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആവശ്യമായിട്ടുള്ള അത്യാവശ്യം സർവീസുകൾ അവർ തരുന്നില്ലേ? ആ ഹോസ്പിറ്റലിൽ ചെന്നാല് അല്ലേ, കിട്ടുന്നില്ലേ? നമുക്ക് ഉണ്ട്. ഇനി രണ്ടാമത്തത് ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റൽസ് ആണ്. രണ്ടാമത്തെ ടയറിൽ നിൽക്കുന്ന ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റൽസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഓഫ് several 100 beds serve as a local hospital for the population in its immediate vicinity and as a referral hospital for a group of rural hospital in its region. അപ്പൊ നമുക്കറിയാം അടുത്തതാണ് ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റൽ, അതായത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളൊക്കെ ആണല്ലോ അടുത്ത ലെവലിൽ വരുന്നതാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല് കൂടുതൽ ബെഡ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന്, അതായത് നമ്മുടെ ആ ഒരു ലോക്കൽ ഏരിയയിലെ ഒരു പ്രൈമറി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഇപ്പൊ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാ ആ ഒരു ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലുള്ള ഇങ്ങനെയുള്ള ലോക്കൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റൂറൽ ഹോസ്പിറ്റലിനൊക്കെ അവിടെ വരുന്ന പേഷ്യൻസിന് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ അല്ലേ? ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു അല്ലെങ്കിൽ ഒരു റൂറൽ ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ നമുക്ക് അവിടുത്തെ സൗകര്യങ്ങൾ മതിയാവില്ല, നമുക്ക് ട്രീറ്റ്മെന്റിന് മതിയാവില്ല എങ്കിൽ അവരെ ഇങ്ങോട്ടാ നമ്മളെ റെഫർ ചെയ്യാം. എങ്ങോട്ടാ റെഫർ ചെയ്യുന്നേ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽസിലേക്കല്ലേ റെഫർ ചെയ്യാം, ആണോ? അതെ. അപ്പൊ ആ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും റെഫർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അത് തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ ഏരിയയിൽ നിന്നും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സമീപമുള്ള ഒരു അടുത്ത സ്ഥലത്തായിരിക്കും നമ്മൾ ഈ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ ബിൽഡ് ചെയ്യുന്നത്. ആണല്ലോ, ഈ പറയുന്ന എല്ലാ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽസിലും അത്യാവശ്യം നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസിലായിരിക്കും അല്ലെങ്കിൽ ലൊക്കേഷനിലായിരിക്കും ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവാം അല്ലേ? അല്ലാതെ വളരെ ഉള്ളേരിയയിലേക്ക് കൊണ്ടുപോയാണ് വെക്കാറ് അല്ല. നമുക്ക് എല്ലാ ഏരിയയിലുള്ള ആളുകൾക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ ഒരു 100 ബെഡിൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ള നമുക്ക് അത്യാവശ്യം എല്ലാ രീതിയിലും, അതായത് ജനറൽ ഹോസ്പിറ്റൽ വുഡ് പ്രൊവൈഡ് മെഡിക്കൽ പരമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ തരുന്നുണ്ട് അല്ലെ? ഇല്ലേ? സർജറിയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം വേണ്ട ഒത്തിരി സർജറീസ്, വലിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജറി അല്ലെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സർജറികളും അവിടെ ചെയ്തു തരും. അതുപോലെ ഒബ്സ്റ്റട്രിക്കൽ ആൻഡ് അതർ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ്, പ്രസവ ചികിത്സ ആയിക്കോട്ടെ, മറ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളോ എല്ലാം നമ്മുടെ ഈ ഒരു ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തരുന്നില്ലേ? തരുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഇന്റർമീഡിയറ്റ് ലെവൽ. ഇനി മൂന്നാമത്തെ ടയറിൽ വരുന്നതാണ് the third tier, the regional hospital catering to the intermediate hospital in a geographical region is designed to provide a
complete range of treatment, including such specialties as radiotherapy, neurosurgery, thoracic surgery, oncology, and so on. ഇനി മൂന്നാമത്തെ ടയറിൽ വരുന്നതാണ് റീജിയണൽ ഹോസ്പിറ്റൽ. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഹോസ്പിറ്റലുകള് മുതലായവയൊക്കെ റീജിയണൽ ഹോസ്പിറ്റൽ വരുന്ന അതെന്താണ് ശരിക്കും ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും താഴെയുള്ള റൂറൽ ഹോസ്പിറ്റലുകളുടെയോ അവിടെയൊക്കെ വരുന്ന ഹോസ്പിറ്റൽ ആ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു റീജിയനിൽ ഉള്ള ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റലുകൾക്ക് അല്ലെങ്കിൽ റൂറൽ ഹോസ്പിറ്റലുകൾക്കൊക്കെ റെഫർ ചെയ്യാനും സമീപിക്കാനും പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആണല്ലോ. ആ ഒരു റീജിയണൽ ഹോസ്പിറ്റല് പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റുകൾ, അതായത് പല സ്പെഷ്യാലിറ്റി, ഇപ്പൊ റേഡിയോ തെറാപ്പി ചെയ്യണമെങ്കിൽ അങ്ങനെ ന്യൂറോ സർജറി, തൊറാസിക് സർജറി, ഓങ്കോളജി മുതലായിട്ടുള്ള ഒരുപാട് നിരവധി സ്പെഷ്യാലിറ്റീസ് സർവീസുകൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്ന ഒരിടമാണ് റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ ടിപ്പിക്കലി സച്ച് എ ഹോസ്പിറ്റൽ വുഡ് ബി ലിങ്ക്ഡ് ടു എ മെഡിക്കൽ കോളേജ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ് സെന്റർ. ഇതൊക്കെ എന്തോ ആയിട്ടുള്ള റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ആവാം, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ് സെന്ററുകളാവാം. ഇപ്പൊ നമ്മുടെ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ് സെന്ററുകളൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? ഈ റീജിയണൽ ഹോസ്പിറ്റൽ. ഈ ഒരു റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജുകളിലൊക്കെ കൊടുക്കുന്ന സർവീസുകൾ എങ്ങനെയാ ചോദിക്കാം. ഒരു സ്പെഷ്യാലിറ്റി സർവീസുകൾ, അതായത് റേഡിയോ തെറാപ്പി, ന്യൂറോ സർജറി, തൊറാസിക് സർജറി അല്ലെങ്കിൽ ഓങ്കോളജി, അങ്ങനെയുള്ള എല്ലാ സ്പെഷ്യാലിറ്റീസും കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ ഏതിൽ ഉൾപ്പെടുന്നു? അതായത് ഒരു മെഡിക്കൽ കോളേജ് ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടാവാം. മൂന്നാമത്തെ ഓപ്ഷൻ ഒരു റൂറൽ ഹോസ്പിറ്റൽ ആയിരിക്കും. ഏതാണ് ആൻസർ വരിക? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? പറ്റുമോ? റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവിടെ ആൻസർ മെഡിക്കൽ കോളേജ് എന്നാണെങ്കിൽ അങ്ങനെ കേട്ടോ. അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്തത് അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ നമ്മള് 3 ടയർ ബേസിസ് ആണ് അടുത്തതായിട്ട് പറഞ്ഞത്. 3 ടയർ ബേസിസിൽ വരുമ്പോ ഫസ്റ്റ് വരുന്നത് റൂറൽ ഹോസ്പിറ്റലുകള്. അത് 30 മുതൽ 100 ബെഡ്സിന്റെ കപ്പാസിറ്റി ആയിരിക്കും. കൂടുതലും അവർക്ക് ലോക്കൽ ആയിട്ടുള്ള നമുക്ക് സാധാരണ നമുക്ക് വേണ്ട മെഡിക്കൽ പരമായിട്ടുള്ള ജനറൽ പരമായിട്ടുള്ള മെറ്റേണിറ്റി സർജിക്കൽ പരമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി അതിലും കുറച്ചും കൂടി ഹയർ ലെവലില് നല്ല രീതിയിലുള്ള അഡ്വാൻസ് ട്രീറ്റ്മെന്റ് കിട്ടുന്നതാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നത്. ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ 100ൽ കൂടുതൽ ബെഡ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു റൂറൽ ഹോസ്പിറ്റൽ, ആ ഒരു റീജിയനിലുള്ള ആ റൂറൽ ഹോസ്പിറ്റലിനെല്ലാം നമുക്ക് റെഫർ ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണ് എയിംസ് ഒക്കെയോ. എയിംസ് ഒക്കെ റീജിയണൽ പ്രൈവറ്റുമായി ബന്ധപ്പെട്ട പ്രൈവറ്റ് സെക്ടറിൽ വരുന്നത് വരുമ്പോ അങ്ങനെ അതൊക്കെ വരും കേട്ടോ. അല്ലാതെ നമ്മൾ ഗവൺമെന്റ് സെക്ടറിൽ വരുമ്പോഴാണ് മെഡിക്കൽ കോളേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ചില മെഡിക്കൽ കോളേജുകൾക്ക് തന്നെ ചിലപ്പോൾ വലിയ രീതിയിലുള്ള സ്പെഷ്യാലിറ്റികൾ ചിലപ്പോൾ മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ എറണാകുളം ജില്ലയിലൊക്കെ ആണെങ്കിൽ എന്താണ് കളമശ്ശേരി മെഡിക്കൽ കോളേജുകൾ, നമ്മുടെ ഡിസ്ട്രിക്ട് മെഡിക്കൽ കോളേജുകള്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ കഴിഞ്ഞാൽ നമ്മൾ നേരെ റെഫർ ചെയ്യുന്നത് എവിടെയായിരിക്കും? കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും. ആ ഒരു കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണെങ്കിൽ പോലും ചില പരിമിതികൾ ഉണ്ടാവും. ചില കേസുകൾ അവർക്ക് ചിലപ്പോൾ അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സ് ഇല്ലായെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി കാര്യങ്ങൾ ഇല്ല എങ്കിൽ അവർ നേരെ അവിടെ നിന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത് എവിടേക്കാണെന്ന് പറയും? കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ്. അങ്ങനെ ആ മെഡിക്കൽ കോളേജുകളുടെ ഉള്ളിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പലതും ഉണ്ടാവും. ഓക്കെ, ആ ഒരു ലെവലിൽ തന്നെ ഉള്ളത് മനസ്സിലായോ? ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇന്റർമീഡിയറ്റ് ലെവലിലുള്ളത് ഏതാണ്? ദെൻ തേർഡ് ടയറിൽ വരുന്നത് ഏതാണ്? അതിന് 3ന്റെ പേര് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇനി ഒരു പിക്ചർ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പിക്ചറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട് പറയുന്നത്. So this hospital would be strategically located in the region, so the patients in need of its highly specialized services could readily refer to it. ഈ പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എപ്പോഴും എങ്ങനെയാണ്?
പ്രധാനപ്പെട്ട ഇടങ്ങളിലായിരിക്കും വെക്കുക അല്ലെ. ഒരിക്കലും ഒരു ഉൾപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതിലൊന്നും ആയിരിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലായിരിക്കും അതിന്റെ ലൊക്കേഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് കീഴിലുള്ള ഏതൊരു ഹോസ്പിറ്റലുകൾക്കും നമുക്കിവിടെ റെഫർ ചെയ്യാൻ പറ്റും. സ്പെഷ്യലൈസ്ഡ് സർവീസ് ആവശ്യമുള്ള പേഷ്യൻസിനെ നമുക്ക് ഇവിടേക്ക് റെഫർ ചെയ്ത് വിടാനും സാധിക്കും അല്ലെ. നമ്മളൊരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് പറ്റുന്നില്ല, അവിടെയുള്ള സർവീസ് വരാമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാം ഇവിടേക്ക് അല്ലെ. അപ്പൊ അതുപോലെ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല, നമുക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഇവിടേക്ക് നമുക്ക് പേഷ്യൻസിനെ അവരുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് റെഫർ ചെയ്ത് വിടാം ആണല്ലോ. Regionalization envisages a way flow of patients and services and also sharing of senior medical staff by holding consultant session at the district hospital and wise and regular visit to hospital. ഇവിടെ പറയുന്നത് റീജിയണലൈസേഷൻ envisage ചെയ്യാന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ റീജിയണലൈസേഷനിലൂടെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് the flow of patient. ഇവിടെ ആ ഒരു പേഷ്യൻസിന്റെ ഫ്ലോ അല്ലേ നടക്കുന്നത് ആണോ. ആദ്യം നമ്മൾ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ നമുക്ക് മതിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് പോരായെങ്കിൽ നമ്മൾ നേരെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അല്ലെ. അവിടെ നമുക്ക് മതിയായിട്ടുള്ള സർവീസുകളോ ട്രീറ്റ്മെന്റോ ഇല്ല എങ്കിൽ നമ്മൾ നേരെ റീജിയണൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അല്ലെ. അപ്പൊ അവിടെ ഒരു പേഷ്യന്റിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ നടക്കുന്നില്ലേ, ഉണ്ടോ? മനസ്സിലാവുന്നുണ്ട് മിസ് പറയുന്നേ. അപ്പൊ അവർ കണ്ടിന്യൂസ് ഒരു ഫ്ലോ ആണ് നടക്കുന്നത്. അവിടെ നമുക്ക് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, നല്ല രീതിയിലുള്ള ഒരു മെഡിക്കൽ സ്റ്റാഫുകളെ കണ്ടു, ഒരു കൺസൾട്ടന്റിനെ കണ്ടു, അവരുടെ സ്പെഷ്യാലിറ്റി പോരാതെ വരും. അപ്പൊ നമുക്ക് അവർ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ എടുത്തേക്ക് നമ്മൾ പറഞ്ഞു വിടും അല്ലെ, സർവീസുകൾ വരുന്ന സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നു. അതുപോലെ തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെയും സ്പെഷ്യാലിറ്റി സർവീസുകളും വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പേഷ്യന്റ് ഫ്ലോ വിടുന്നു, റീജിയണൽ ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. ആ ഒരു പേഷ്യന്റ് ഫ്ലോയും സർവീസുകളുടെയും ആ ഒരു ഫ്ലോ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു കൺസൾട്ടിങ് സെക്ഷൻ വേണമെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എടുത്തിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് റെഫറൽ വേണമെങ്കിൽ അങ്ങനെ പോവാം. അതല്ല നേരെ തിരിച്ചും ഇപ്പൊ നമ്മൾ അവിടെ വലിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളോ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചില ആളുകളോട് പറയാറുണ്ട്, ഇപ്പൊ ഒരു റീജിയണൽ ഹോസ്പിറ്റൽ വളരെ ദൂരെയാണെന്ന് വിചാരിക്കുക, അപ്പൊ അവർക്ക് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എന്തെങ്കിലും സർജറി വലിയ മേജർ സർജറിയോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് കഴിഞ്ഞു കഴിയുമ്പോ ഇവർക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുന്നതിന് ബുദ്ധിമുട്ട് പ്രമാണിച്ച് ചിലപ്പോൾ അവർക്ക് റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സ്ഥിരമായിട്ട് അവരെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യും ഇല്ലേ, അവരെ കണ്ടാൽ മതി എന്ന് പറയാറുണ്ട് ഇല്ലേ. ഒരുപാട് ദൂരെയൊക്കെ ചിലപ്പോൾ വരേണ്ടതായിട്ട് വരാണെങ്കിൽ അങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, നിർദ്ദേശിക്കാറുണ്ട് ഇത്രയും ദൂരെ തന്നെ വരണമെന്നില്ല, നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള വിസിറ്റുകൾ നടത്തണമെങ്കിൽ നിങ്ങളുടെ അടുത്ത ഏത് ഹോസ്പിറ്റലാണോ അവിടെ പോയി നിങ്ങൾ ചെക്കപ്പുകളോ കാര്യങ്ങളോ നടത്തിയാൽ മതി, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസും നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാനായിട്ട് ഈ ഒരു റീജിയണലൈസേഷനിലൂടെ അല്ലെങ്കിൽ ഒരു പ്രാദേശികവൽക്കരണത്തിലൂടെ കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? അത് റീജിയണലൈസേഷൻ എന്താന്ന് മനസ്സിലാക്കുക. അതില് ഈ 3 ടയർ ബേസിസിൽ വരുന്ന അല്ലെങ്കിൽ 3 ലെവലിൽ വരുന്ന ഹോസ്പിറ്റലുകൾ ഏതാണ്, അവർ കൊടുക്കുന്ന സ്പെഷ്യാലിറ്റീസ് ഏതാണ്, ഇത്രയും വേഗം മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു പാരഗ്രാഫിൽ നിന്നും അതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് ആ ഒരു പിക്ചർ നോക്കി. പിക്ചറിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അതില് ചെറിയ രീതിയിലുള്ള ആ ഒരു ഡോട്ടാണ് റൂറൽ ഹോസ്പിറ്റൽ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും റൂറൽ ഹോസ്പിറ്റലുമാണ് റൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് റൂറൽ ഹോസ്പിറ്റലുകൾ ഉണ്ടാവുമല്ലോ ഇല്ലേ. ഒരു ജില്ലയിലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് റൂറൽ ഹോസ്പിറ്റലുകളില്ലേ. ഇപ്പൊ നമ്മുടെ ഏരിയയിൽ കാണുന്ന കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ ആയിരിക്കില്ല അടുത്തതെന്ന് പറയും. ഇപ്പോൾ തന്നെ മിസ് പറഞ്ഞല്ലോ 3 ടയർ ബേസിസിൽ വരുന്ന ഏതൊക്കെയാണ്, ആ ഓരോ ലെവലിൽ വരുന്നവയും അതിന്റെ സ്പെഷ്യാലിറ്റീസും മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? അടുത്തത് ഈ പറയുന്ന ഓരോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിനും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയണൽ ഹോസ്പിറ്റലും ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു 3 ടയർ ബേസിസിൽ വരുന്നത് തന്നെ മനസ്സിലാക്കിയാൽ മതി. ചെറിയ ഡൗട്ട് ആണ്, ഇത് റൂറൽ ഹോസ്പിറ്റൽ ആണ്, അവ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ നമ്മൾ അവിടെ റീജിയണൽ ഹോസ്പിറ്റലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ, അടുത്തതാണ്. അപ്പൊ അടുത്തത് നമ്മള് നെക്സ്റ്റ് വേറൊരു ഭാഗമാണ് പഠിക്കുന്നത് കേട്ടോ, ഹോസ്പിറ്റൽ പ്ലാനിംഗ് ടീം.
ഹോസ്പിറ്റൽ പ്ലാനിംഗ് ടീം എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു പുതിയതായിട്ട് ഒരു സർവീസ് കൊണ്ടുവരാം, അപ്പൊ ആ ഒന്നാണ് പ്ലാനിങ് ആവാം, അല്ലെങ്കിൽ പുതിയൊരു ഹോസ്പിറ്റൽ പണിയുന്നതുമായി ബന്ധപ്പെട്ട പ്ലാനിങ് ആവാം. അങ്ങനെ എന്തൊരു പ്ലാനിങ് വരുമ്പോഴും അതിനൊരു ടീം വേണ്ടേ? വെറുതെ നമുക്ക് അങ്ങോട്ട് ആസൂത്രണം ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്? അല്ല, അതിനൊരു ടീം വേണം അല്ലെ? ആ ഒരു ടീമാണ് ഈ പറയുന്ന കൃത്യമായിട്ട് ആ ഒരു പ്ലാനിങ് നടത്തുന്നതും അത് നടപ്പിലാക്കുന്നതും. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടത് one must realize in the very beginning that hospital project planning and execution is likely to be difficult and frustrating task. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോ ഒരു ഹോസ്പിറ്റലില് പുതിയതായിട്ടൊരു പ്രൊജക്ട് ആസൂത്രണം ചെയ്യുക, അത് അവിടെ നിർവഹണം നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് തുടക്കം മുതലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ടു ബി ഡിഫിക്കൽട്ട് ആൻഡ് ഫ്രസ്ട്രേറ്റിംഗ്, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? എളുപ്പത്തിൽ നമുക്ക് അങ്ങോട്ട് ഒരു പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാൻ പറ്റുമോ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ? ഇല്ല. ഹോസ്പിറ്റൽ ഏതൊരു പ്രൊജക്ട് പ്ലാൻ ചെയ്യണമെങ്കിലും അതവിടെ നിർവഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ നടപ്പിലാക്കണമെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും വേണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടുമാണ്, അതുപോലെ തന്നെ ഫ്രസ്ട്രേറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ നിരാശ തോന്നുന്ന രീതിയിലുള്ള ഒരു ജോലിയും ആവാം. And all the people involved in the delivery as well as education services are concerned with the hospital planning. അപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ, ഇതിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പുതിയതായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആരംഭിക്കുന്നു അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഭാഗം നമുക്ക് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തെടുക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റലിൽ സർവീസ് വിതരണം ചെയ്യുന്ന ആളുകള് അല്ലാതെ അതുപോലെ തന്നെ ആസ് വെൽ ആസ് ലിറ്റിഗേഷൻ സർവീസ് എന്ന് പറയുന്നത് ലിറ്റിഗേഷൻ സർവീസ്, നമുക്ക് ലീഗൽ അസിസ്റ്റൻസ് ഒക്കെ തരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ലേ ഹോസ്പിറ്റലില്? ഇല്ലേ? നിയമവശങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഏത് സ്ഥാപനത്തിനും ഉണ്ടാവും അല്ലെ? നമുക്ക് ലീഗൽ അസിസ്റ്റൻസും കൺസൾട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ തരുന്ന ഒരു വിഷയം. അപ്പൊ അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള ആ ഒരു ലിറ്റിഗേഷൻ സർവീസ് അല്ലെങ്കിൽ ആ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ സർവീസുകൾ ഡെലിവർ ചെയ്യുന്ന വിതരണം ചെയ്യുന്നവരായിക്കോട്ടെ, ഇവരെല്ലാവരും എപ്പോഴും ഈ ഹോസ്പിറ്റൽ പ്ലാനിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള പ്രൊജക്ടുകളെ കുറിച്ചുള്ള ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. So the people, patients, nursing, medical staff and the management all have their own peculiar requirement. നമ്മളൊരു ഹോസ്പിറ്റൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഒരു പുതിയ ഒരു ഹോസ്പിറ്റൽ നമ്മൾ പ്ലാൻ ചെയ്യാണ്. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ അവിടെ വരുന്ന ആളുകൾക്ക്, അവിടെയുള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ ഇപ്പോ അവിടെയുള്ള നഴ്സിംഗ് സ്റ്റാഫുകൾക്ക്, അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, അവരുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ആവശ്യകതകളിലെ ഫ്രസ്ട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിരാശാജനകമാവുക. ചിലപ്പോൾ നമ്മൾ ആ പ്ലാനിങ്ങിൽ പോകുമ്പോൾ ബുദ്ധിമുട്ട് വരാം, ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവണമെന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ഫ്രസ്ട്രേറ്റഡ് ആവും, അല്ലെങ്കിൽ നിരാശ തോന്നാം, അല്ലെങ്കിൽ നമുക്ക് വിഷമം തോന്നാം. അങ്ങനെ ഒരു അവസ്ഥ ഈ ഒരു പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും, അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലാത്ത പേഷ്യൻസിനായിക്കോട്ടെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആവശ്യകതകളില്ലേ? ഇല്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു പേഷ്യന്റിന്റെ ആ ഒരു റിക്വയർമെന്റ് അല്ലെങ്കിൽ ആവശ്യകതയാണോ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫിന് ഉണ്ടാവുക? അല്ല, വ്യത്യസ്തമായിരിക്കും അല്ലെ? അപ്പൊ ഇവരുടെ ഓരോരുത്തരുടെയും ആവശ്യകതയ്ക്ക് അനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ടത് ആണല്ലോ. ടെക്നിക്കൽ റിക്വയർമെന്റ് ഓഫ് എ പർട്ടിക്കുലർ പ്രൊഫഷണൽ ഗ്രൂപ്പ് ഈസ് ഐസൊലേഷൻ ഹാവ് ലീഡ് ടു ക്രിയേഷൻ ഓഫ് ഫിസിക്കൽ ഫോംസ് ലിമിറ്റഡ് ഇൻ ദെയർ യൂട്ടിലിറ്റി. അതായത് ഇവിടെ പറയുന്നത് ഒരു ടെക്നിക്കൽ റിക്വയർമെന്റ് ഓഫ് എ പർട്ടിക്കുലർ പ്രൊഫഷണൽ ഗ്രൂപ്പ്, ഒരു പർട്ടിക്കുലർ പ്രൊഫഷണൽ ഗ്രൂപ്പിന്റെ മാത്രം ആവശ്യകത, ടെക്നിക്കൽ പരമായിട്ടുള്ള ആവശ്യകത ഈസ് ആൻ ഐസൊലേഷൻ can lead to creation of physical forms limited in their utility. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഒരാളെ മാത്രം കൺസിഡർ ചെയ്യും, ഒരു ടെക്നിക്കൽ സ്റ്റാഫുകളുടെ ആവശ്യകത മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആവശ്യകത ഒരു ഒറ്റപ്പെട്ട ഒരു ആവശ്യകതയായിരിക്കും അല്ലെ? അത് ആ ഒരു ആവശ്യമായിരിക്കോ പേഷ്യൻസിന് ഉണ്ടാവുന്നത്? അല്ല. അപ്പൊ അവരുടെ ആ ഒരു പർട്ടിക്കുലർ പ്രൊഫഷണൽ ഗ്രൂപ്പിന്റെ മാത്രം ആവശ്യകതയെ നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒറ്റപ്പെട്ട ഒരു പ്ലാൻ ആയിരിക്കും നമ്മൾ തയ്യാറാക്കുക ആണല്ലോ. ഒരു ടെക്നിക്കൽ പരമായിട്ടൊരു ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ ആവശ്യകതയാണ് വേണ്ടതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കുന്ന പ്ലാനും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊജക്റ്റും ഒക്കെ എങ്ങനെയായിരിക്കും? അവരുടെ പ്രത്യേകമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും അല്ലേ? ആണോ?
ആയിരിക്കില്ലേ? അവരുടെ ഉപയോഗം മാത്രമല്ലേ നമ്മളപ്പോ ആ ഒരു അവരുടെ ആവശ്യകത മാത്രമല്ലേ മൈൻഡ് ചെയ്യുന്നുള്ളൂ. On the other hand, the interest of administrator is attracted by other than technical requirement of patients, community and others. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ മാത്രം താല്പര്യപ്രകാരം ചിലപ്പോ പ്ലാനിങ് നടത്താം, അല്ലെ? മറ്റുള്ളവർ, അതായത് ടെക്നിക്കൽ റിക്വയർമെന്റ്സ് നോക്കുന്നില്ല, പേഷ്യൻസിന്റെയോ കമ്മ്യൂണിറ്റിയുടെയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഓണേഴ്സിന്റെയോ ആവശ്യകതകൾ എന്താണെന്നൊന്നും പരിഗണിക്കാതെ ചിലപ്പോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവരുടെ താല്പര്യപ്രകാരം ചിലപ്പോ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. So, a critical understanding of this relationship is essential to reconcile the differences of professional prestige, functional requirement and administrative consideration. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, അതായത് ആ ഒരു പ്രൊഫഷണൽ പ്രസ്റ്റീജ്, നമുക്ക് ആ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ ആ ഒരു അന്തസ്സ് നമുക്ക് എങ്ങനെ നിലനിർത്താം, അവിടുത്തെ പ്രവർത്തനപരമായിട്ടുള്ള ആവശ്യകതകൾ എത്രത്തോളം, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവുമായി ബന്ധപ്പെട്ട അവരുടെ പരിഗണനയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അങ്ങനെ എല്ലാ ഏരിയയിലുമുള്ള ആവശ്യകതകളും ആ ഒരു പ്രവർത്തന മേഖലകളും മനസ്സിലാക്കി അതിന്റെ ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന്റെ ആവശ്യകതകൾ എങ്ങനെയാണ്, എവിടെയൊക്കെ നമുക്ക് ആവശ്യകതകൾ വേണ്ടാത്ത ഡിമാൻഡ് ഇല്ലാത്ത ഏരിയാസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് നോക്കി അതിനനുസരിച്ച് ഒരു കൃത്യമായ ധാരണയിലെത്തുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എപ്പോഴും ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാ വശങ്ങളും, അതായത് എല്ലാ ആളുകളുടെയും ആവശ്യകതകൾ മനസ്സിലാക്കി അവർക്ക് എന്തൊക്കെ നീഡ്സ് ആണ്, റിക്വയർമെന്റ്സ് ആണോ ഉള്ളത്, അത് മനസ്സിലാക്കി അത് പൊരുത്തപ്പെടുത്തി നോക്കി അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്യേണ്ടത്, നടപ്പിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആളുടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഫഷനുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മാത്രം ഒരു താല്പര്യത്തിനനുസരിച്ചോ അവരുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമോ അല്ല നമ്മളത് പ്രവർത്തിക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും. സോ സ്യൂട്ടബിളി ക്വാളിഫൈഡ്, എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ് ചെയ്യണമെങ്കിൽ അവിടെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല യോഗ്യതയുള്ള, നല്ല കഴിവുള്ള ഒരു പ്ലാനിങ് സ്റ്റാഫിനെ നമ്മൾ ഉൾപ്പെടുത്തണം, വേണ്ടേ? അപ്പൊ അങ്ങനെ ഒരു നല്ല യോഗ്യതയുള്ള അല്ലെങ്കിൽ ഒരു കഴിവുള്ള ഒരു പ്ലാനിങ് സ്റ്റാഫിനെ ചിലപ്പോൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോ അവരെങ്ങനെ കണ്ടെത്തിയെന്ന് വിചാരിക്കാം. അവര് നല്ല ക്വാളിഫൈഡ് ആണ്, നല്ല കഴിവുണ്ട്, പ്ലാനിങ് ചെയ്യാനും അത് നടപ്പിലാക്കാനൊക്കെ നല്ല കഴിവുണ്ടെങ്കിൽ പോലും they will need a long time to do the necessary work in careful manner at each stage. അപ്പൊ അവരെപ്പോഴും എങ്ങനെയായിരിക്കും, ഇപ്പൊ നല്ല കഴിവുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഈ ഒരു പ്ലാനിങ് ടീമിൽ ഉൾപ്പെടുത്തുകയാണ് ആ ഒരു വ്യക്തിയെ, അവരെ ഈ പറയുന്ന ആ ഓരോ കാര്യങ്ങളും ചെയ്യാൻ, ഓരോ സ്റ്റേജിലെയും കാര്യങ്ങൾ ചെയ്യാൻ അവരെ ഏൽപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. അവർ അത്രയും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ഓരോ സ്റ്റേജിലും എങ്ങനെയായിരിക്കും, വളരെ കെയർഫുള്ളി ആയിരിക്കില്ലേ ചെയ്യുന്നത്, ആയിരിക്കില്ലേ? ഇപ്പൊ നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഇത്രയൊന്ന് വിചാരിക്കാം, നമ്മുടെ വീട് പണിയാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് അല്ലെങ്കിൽ കരാറുകൾ കൊടുക്കാറില്ലേ? എഞ്ചിനീയേഴ്സിന് കോൺട്രാക്ട് അല്ലെങ്കിൽ ആർക്കിടെക്ചേഴ്സിനൊക്കെ കൊടുക്കാറില്ലേ? അങ്ങനെ കൊടുക്കുമ്പോ നല്ല ക്വാളിഫൈഡ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ പതുക്കെ പണി തീർക്കോ വൈകിയായിരിക്കും പണിതീരുക അവരുടെ? എങ്ങനെയായിരിക്കും? സ്ലോ ആയിട്ടാണോ പണിയ? അതേസമയം കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിലല്ലേ, ഫാസ്റ്റ് എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, വേഗം പണിതെടുത്ത്. ചില ആളുകൾ എങ്ങനെയാണ്, ഭയങ്കര ഉടായിപ്പായിരിക്കും അല്ലെ, പെട്ടെന്ന് പണി തീർത്തത്, ഇതൊരു കോൺട്രാക്ട് ആവുമ്പോൾ പെട്ടെന്ന് പണി തീർത്ത് പോകാനായിട്ടുള്ള ധൃതിയായിരിക്കും. അപ്പൊ അവരുടെ പണിയിൽ ചിലപ്പോൾ അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും, ഇല്ലേ? അവരുടെ വർക്ക് ചിലപ്പോൾ അവർ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് ആ പറഞ്ഞതിലും കുറച്ച് ദിവസം മുൻപേ തന്നെ അവർക്ക് വർക്ക് തീർക്കാൻ പറ്റുന്നത്. വേഗം പണിയുന്നതിന്റെ അല്ല, അവർ കൃത്യമായിട്ട് അവിടെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല നല്ല രീതിയിൽ. ചിലപ്പോ അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരുപാട് നമ്മുടെ കേൾക്കാനല്ലേ ഇപ്പൊ പാലത്തിന്റെ കാര്യങ്ങള് ഇല്ലേ, കേട്ടിട്ടില്ലേ? പല സ്ഥലങ്ങളിലും ഓരോ ബിൽഡിങ്ങുകൾ വീഴുന്നത് ഇല്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണ്? അവിടെ ആ ഒരു പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന ആളുകള് വളരെ ശ്രദ്ധാപൂർവം വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെ? അവിടെ ശ്രദ്ധ കൊടുത്ത് നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യാണ്, കെയർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സംഭവം അവിടെ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവര് വളരെ ശ്രദ്ധ കൊടുത്തായിരിക്കും ഓരോ സ്റ്റേജിലെയും വർക്കുകൾ ചെയ്യാം, ആണല്ലോ? അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജിലെയും വർക്കുകൾ അവർ ശ്രദ്ധ കൊടുത്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സമയം എടുക്കൂലേ? എടുക്കില്ലേ? അതിനനുസരിച്ച് സമയം എടുക്കും അല്ലെ? പെട്ടെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റില്ല. അതാണ് എവിടെയും പറയുന്നത്.
and they will need a long time. കുറച്ച് സമയം അവർക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരും. കാരണം അവർ ഓരോ സ്റ്റേജിലും വളരെ ശ്രദ്ധ കൊടുത്താണ് ഇങ്ങനെയുള്ള ഓരോ വർക്കുകളും ചെയ്യുന്നത്. സോ ഇറ്റ്സ് കോമൺ പ്രാക്ടീസ്. വൺസ് ദ ഐഡിയ ഓഫ് ദ, എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രാക്ടീസ് ആണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിങ് നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ഐഡിയ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ അത് ഒരു ഐഡിയ ഉടലെടുത്തു, നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യാം എന്നൊരു ആശയം നമ്മുടെ ഉടലെടുത്താൽ ഉടനെ തന്നെ to go ahead to hastily in the preparation of building plans without much deliberation. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പണിയാനുള്ള ഒരു ആശയം ഉടലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ആശയം ഉണ്ടാവുമ്പോൾ തന്നെ ഒട്ടും സമയം കളയാതെ എന്താണ് ചെയ്യുന്നത്? ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ബിൽഡിംഗ് പ്ലാൻസ് വിത്തൗട്ട് മച്ച് ഡെലിബറേഷൻ. അത് പണിയാനുള്ള ബിൽഡിംഗ് പ്ലാനുകൾ ഒത്തിരി സമയം നമുക്ക് കളയാതെ തിടുക്കത്തിൽ, കൂടുതൽ ആലോചിക്കാനോ ഒന്നും ചെയ്യാതെ, കൂടുതൽ ആലോചനകളില്ലാതെ തിടുക്കത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്ലാനുകളുമായിട്ട് മുന്നോട്ട് പോവുക. ആൻഡ് ആസ് എ റിസൾട്ട്, ഇതിന്റെ ഫലമായിട്ട് when plans are examined by, ഇനി പ്ലാനുകൾ ആരാണ് ശരിക്കും പരിശോധിക്കേണ്ടത്? ഇപ്പൊ ഈ ഒരു പ്ലാനിങ് ടീമിൽ ഒരു സ്റ്റാഫ് പ്ലാൻ തയ്യാറാക്കി, ആ പ്ലാൻ ശരിയാണോ, അതിന്റെ എല്ലാ ഭാഗങ്ങളിലും കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ഇത് പരിശോധിക്കേണ്ടത്? അത് പരിശോധിച്ചാൽ അത് കൂടുതൽ മനസ്സിലാവാം. ആര് പരിശോധിച്ചാൽ ആയിരിക്കും? ആർക്കിടെക്റ്റ് ആണ്. ആർക്കിടെക്റ്റ് അല്ല. അതായത് അതിന് ഇപ്പൊ ഒരു പ്ലാൻ തയ്യാറാക്കിയല്ലോ, ഇപ്പൊ നമ്മുടെ വീട്, നിങ്ങൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ വീടിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കി കൊണ്ടുവന്നു, ഒരു എഞ്ചിനീയർ കൊണ്ടുവന്നു, കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആർക്ക് നോക്കിയാലാണ് ഇത് മതിയായ സൗകര്യത്തിലുള്ളതാണോ, ഓക്കെ ആണോ എന്നൊക്കെ ആരാണ് കുറച്ചും കൂടി ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആള്? നമ്മുടെ വീട്ടിൽ അച്ഛനാണോ അമ്മയ്ക്കാണോ അത് നമുക്കാണോ? ആർക്കാ പറയാൻ പറ്റുക? ഓരോ ഏരിയാസും ഇത്ര മതി. അച്ഛനായിരിക്കും, അമ്മയ്ക്കായിരിക്കും കൂടുതൽ പറയാൻ പറ്റുക, അല്ലെ? അമ്മയല്ലേ കൂടുതലും ആ വീട്ടിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ആളുകള്, അല്ലെ? അപ്പൊ എപ്പോഴും, അതായത് ഇപ്പൊ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ നമുക്കും ഇതുപോലെ തന്നെ, ഒരു ഹോസ്പിറ്റലും ഇതുപോലെ തന്നെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുക, അല്ലെ? ആണല്ലോ. എപ്പോഴും നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോ അത് ശരിയാണോ, അവിടുത്തെ ആവശ്യകതകൾ ഒക്കെയാണോ, ഓരോ ഏരിയയിലും ഇത്ര ആവശ്യകതകൾ മതിയോ, ഇങ്ങനെയൊക്കെ മനസ്സിലാവണമെങ്കിൽ അതൊരിക്കലും ആ ഹോസ്പിറ്റലുമായി ബന്ധമില്ലാത്ത ആളുകൾ നോക്കിയാൽ മനസ്സിലാവില്ല. മറിച്ച് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ സഹകരിച്ച് അവര് പരിശോധിക്കുമ്പോഴാണ് ഏതൊക്കെ ഇടങ്ങളിലാണ് ഈ ഒരു പ്ലാനിങ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഇടങ്ങളിലാണ് നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഇടങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ പ്ലാനിൽ വരച്ചിരിക്കുന്ന പ്രകാരമുള്ള നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ള സ്ഥലങ്ങള് അല്ലെങ്കിൽ ഇല്ലാത്ത ഇടങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? മിസ് പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. Therefore, the key feature in planning all good medical facilities should be the extensive participation of the medical staff in the process. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു പ്ലാനിങ് നടത്തുമ്പോൾ തന്നെ ഒരു നല്ലൊരു പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് all good medical facilities should be at the extensive participation of the medical staff in the process. എല്ലാ വിധത്തിലുമുള്ള മെഡിക്കൽ ഫെസിലിറ്റികളും ആ ഒരു പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ അതില് ആരുടെ പങ്കാളിത്തം വേണം? അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളുടെ ആ ഒരു പ്രോസസ്സിൽ മെഡിക്കൽ സ്റ്റാഫുകളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റികളൊക്കെ ഈ ഒരു പ്ലാനിൽ ഉൾപ്പെട്ടതൊക്കെ നല്ല രീതിയിലാണോ, ആവശ്യത്തിനുള്ള ആവശ്യകതകൾ, ഓരോ ആളുകൾക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണോ ഇന്ന ആവശ്യകതകൾ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. So, അതുകൊണ്ട് തന്നെ in the initial stage, the time spent on spelling out clearly what the requirements would be from the staff point will save both money and time in the long run. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രാരംഭ ഘട്ടം മുതല് നമുക്ക് ആ ഒരു മെഡിക്കൽ സ്റ്റാഫ് ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, that spelling out clearly what the requirements, അവർ ആദ്യം മുതലേ അവർ പറയുന്നു, അവർ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ആ ഒരു പ്ലാൻ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് ഓരോ ഇടങ്ങളിലും എന്തൊക്കെ ആവശ്യകതകളാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് ആദ്യം തന്നെ അവരുടെ ആവശ്യകതകൾ സ്പെല്ലിംഗ് ഔട്ട് വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്താൽ
കൊടുത്താൽ അതുവഴി നമുക്ക് ആ ഒരു സ്റ്റാഫിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് പണവും അതുപോലെ സമയവും ചിലത് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പൊ നമ്മളൊരു വീട് പണിത് കഴിഞ്ഞിട്ട് നമ്മളത് പൊളിച്ച് പണിയുമ്പോ അത് ബുദ്ധിമുട്ടല്ലേ. ഇപ്പൊ നമ്മൾ വീട് പണിതു, അപ്പൊ വീടൊക്കെ പണിത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിന്റെ സൗകര്യം പോരാ, റൂമിന് സൗകര്യം പോരാ എന്നപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് പൊളിക്കാനും പണിയാനും വിപുലീകരിക്കാനും ഒരുപാട് പണവും സമയവും നഷ്ടമാണ് അല്ലേ. ഒരു ഹോസ്പിറ്റലും അതുപോലെ തന്നെയല്ലേ അല്ലെ. അതേസമയം ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിലോ, ഈ ഒരു കാര്യം കൃത്യമായിട്ട് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു പണവും സമയവും കുറച്ചും കൂടി ഈസിയാണ്. ശരിയാണ്, ഈസിയാണ്. നമുക്ക് ആദ്യമേ ആ ഒരു പണവും സമയവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും അല്ലെ. എപ്പോഴും ഒരു പ്രാരംഭഘട്ടം മുതൽ തന്നെ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളുടെ കൃത്യമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഈ പ്ലാനിങ്ങിൽ ഉണ്ടാവുകയും അവരതിനു വേണ്ടി സമയം കണ്ടെത്തി അവരുടെ ആവശ്യകതകൾ എന്താണെന്ന് വിശദമായിട്ട് പറയും. അതിനനുസരിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയാണ് നിർമ്മിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പണവും സമയവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? ഇത്രയും മിസ് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. Then next പറയുന്നത് about 10 to 12% of the proposed outlay on construction budget can be saved if changes during the construction stage or shortly after the commission are avoided. ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരുടെ കമ്മീഷൻ കഴിഞ്ഞു, അവരവിടെ പ്രവർത്തനം ആരംഭിച്ചു, അതുപോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ മുഴുവനായിട്ട് പൂർത്തിയായി. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേജിലാണ് നമ്മൾ ചേഞ്ചസ് വേണം എന്ന് പറയുന്നതെങ്കിൽ അവരുടെ ആ ഒരു കൺസ്ട്രക്ഷൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട 10 മുതൽ 12% വരെയും പിന്നെയും നമുക്ക് ചെലവാക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു വീട് പണിതാല് പണിത് കഴിഞ്ഞ് അവിടെ താമസം തുടങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ അത് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയതിനു ശേഷമോ ആണ് നമുക്ക് ഇന്ന സ്ഥലങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മുടെ കയ്യിൽ നിന്ന് പണം ചെലവാവില്ലേ? ചിലവാവോ? പിന്നെയും പണം ചെലവാകും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെയല്ല. ഒരു ഹോസ്പിറ്റൽ കമ്മീഷൻ കഴിഞ്ഞ് നമ്മൾ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ മുഴുവൻ കൺസ്ട്രക്ഷൻ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ചേഞ്ചസ് വേണം എന്ന് പറയുന്നതെങ്കിൽ അവിടെ ആ ഒരു കൺസ്ട്രക്ഷന്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട 10 മുതൽ 12% പിന്നെയും നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ചേഞ്ചസ് നമ്മൾ നേരത്തെ പറയണം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് 10 മുതൽ 12% തുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. Clear ആണല്ലോ? Then the basic reason for the hospital existence, the patient and his human needs. ഏതൊരു ഹോസ്പിറ്റലിന്റെയും നിലനിൽപ്പ്, അടിസ്ഥാനപരമായിട്ടുള്ള നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ആരിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ആരാണ്? ഒരു ഹോസ്പിറ്റലിന്, ഏതൊരു ഹോസ്പിറ്റലിന്റെയും നിലനിൽപ്പ് ആരിൽ അടിസ്ഥാനമാക്കിയ? പേഷ്യൻസിനെ അല്ലെ. അപ്പൊ പേഷ്യൻസിനെയും അവരുടെ മാനസികപരമായിട്ടുള്ള ആവശ്യകതകളും അല്ലെ seem to have been subordinated many times in design consideration. പല സമയത്തും ഈ ഒരു ഡിസൈൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെ അധികം പരിഗണിക്കാറില്ല. Hospitals which have been designed only to meet the health professional need have failed to develop an environment which meets the patient needs. ഒരു ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്തു, അത് ശരിക്കും അവിടുത്തെ പ്രൊഫഷണൽസ്, ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ആവശ്യകതകൾ മാത്രം മനസ്സിലാക്കി അല്ലെങ്കിൽ അത് മാത്രം കൺസിഡർ ചെയ്ത് അതിനനുസരിച്ച് ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്ത് നമ്മൾ അത് നടപ്പിലാക്കുകയാണെങ്കിൽ ചിലപ്പോ അത് ആ പേഷ്യന്റിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ചിലപ്പോ നൽകാൻ സാധ്യതയില്ല അല്ലേ. അപ്പൊ അവിടെ ആർക്ക് വേണ്ടി ഫേവറിസം ചെയ്താൽ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത് പ്രൊഫഷണൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ആവശ്യകത മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്നൊരു പേഷ്യന്റിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള ഒരു സൗകര്യങ്ങളോ ഒരു അന്തരീക്ഷമോ ചിലപ്പോ ആ ഹോസ്പിറ്റലിന് കൊടുക്കാൻ സാധിച്ചില്ലെന്ന് വരാം. സോ പ്ലാനിംഗ് ടീം വ്യൂ മസ്റ്റ് റിലേറ്റ് ടു ദിസ് റിഗാർഡ് ഫോർ ദ നീഡ് ഓഫ് പേഷ്യൻസ്. എപ്പോഴും ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യകതയ്ക്ക് അനുസരിച്ച്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മാത്രം ആവശ്യകതയ്ക്ക് അനുസരിച്ചല്ല നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യുന്നത്. മറിച്ച് അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആവശ്യകതകൾ നോക്കണം അല്ലെ. പേഷ്യൻസിനെ മാത്രം നമ്മൾ നോക്കാൻ പറ്റുമോ? അതും പറ്റില്ല അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യകതകൾ നോക്കണം.
നോക്കണം, അവിടുത്തെ സ്റ്റാഫുകളുടെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നോക്കണം, അവിടെ വരുന്ന വിസിറ്റേഴ്സിന് എന്തൊക്കെ ആവശ്യകതകളുണ്ട്, എന്തൊക്കെ സൗകര്യങ്ങൾ അവർക്ക് വേണം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി നോട്ട് ടു ദ ആർക്കിടെക്ട്സ് ആൻഡ് ദ കൺസൾട്ടന്റ് സ്കിൽ. ഒരിക്കലും സെല്ലിംഗ് ദിയർ ഓൺ പ്ലാൻ. ചിലപ്പോ അവരവരുടെ സ്വന്തം പ്ലാൻ വിറ്റൊഴിക്കാൻ വേണ്ടി ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റോ പുതിയ പുതിയ പല പ്ലാനുകളും കൊണ്ടുവന്നേക്കാം അല്ലെ. ഒരിക്കലും അതൊന്നും പരിഗണിക്കല്ല വേണ്ടത്, മറിച്ച് ആ ഹോസ്പിറ്റലിലുള്ള ഓരോ പേഷ്യൻസിന്റെയും ആവശ്യകത എന്താണ്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് എങ്ങനെയുള്ള സൗകര്യങ്ങളാണ് വേണ്ടത്, വരുന്ന വിസിറ്റേഴ്സിന് എങ്ങനെയുള്ള സൗകര്യങ്ങളാണ് വേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും ഒരു പ്ലാനിംഗ് ടീം നല്ല പ്ലാനുകൾ നിർമ്മിക്കാനായിട്ട്. ക്ലിയർ ആണോ? ആ ഒരു പാരഗ്രാഫ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. Then next പറയുന്നത് the distinction between an overall function and the activity components function is often misunderstood. നമുക്കറിയാം ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളാവാം, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ ആക്ടിവിറ്റീസ്, കമ്പോണൻസ്, ഫംഗ്ഷൻ, അതായത് അവിടെ പ്രവർത്തനപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായിട്ട് തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവായിട്ട് വന്നേക്കാം. So to that extent, there is a need to educate the planning group. ഓരോരോ കാര്യങ്ങളും എങ്ങനെയാണ്, അവിടുത്തെ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തന ഘടകങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ആ പ്ലാനിംഗ് ഗ്രൂപ്പിന് വ്യക്തമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നൽകണം അല്ലെ. പ്ലാനിംഗ് ഗ്രൂപ്പിന് ചിലപ്പോൾ എല്ലാ ഏരിയയെ പറ്റിയും കൂടുതലായിട്ടുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു പ്ലാനിങ്ങിൽ അത് വരാതിരിക്കണമെങ്കിൽ ആ പ്ലാനിംഗ് ഗ്രൂപ്പിന് എന്ത് ചെയ്യണം, വ്യക്തമായിട്ടുള്ള എഡ്യൂക്കേഷൻസ്, ഈ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കണം. And especially the non-medical member of the group in the description of spaces and activities. അതുപോലെ തന്നെ നോൺ മെഡിക്കൽ മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ്, അപ്പൊ ആ ഗ്രൂപ്പിലെ നോൺ മെഡിക്കൽ ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ സ്പേസസ് വേണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് അവർ പ്ലാനിംഗ് ഗ്രൂപ്പിന് ഒരു എഡ്യൂക്കേഷൻസ് കൊടുക്കുക. The design of a hospital must also meet patients' needs as a human being. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു പേഷ്യന്റിന്റെ ആവശ്യകത, ഒരു മനുഷ്യ ജീവിയാണ്, അവരുടെ ആ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നൊരു കൺസിഡറേഷനിൽ അവരുടെ സോഷ്യൽ ഹാബിറ്റ് അല്ലെ, അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള കുറെ ശീലങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ അവരുടെ പ്രൈവസി, അവരുടെ സ്വകാര്യത, അതുപോലെ നീഡ് ഫോർ സോഷ്യബിലിറ്റി, അവരുടെ സാമൂഹികതയുമായി ബന്ധപ്പെട്ട് അവരുടെ ഫുഡ് ഹാബിറ്റുകൾ, അങ്ങനെ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് അവർ, ഒരു മനുഷ്യജീവിയാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള ആവശ്യകതകൾ ഉണ്ടാവാം എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം ഹോസ്പിറ്റൽ നിർമ്മിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി എല്ലാ ഏരിയയിലെയും ഓരോ വ്യക്തികൾക്കും എന്തൊക്കെ ആവശ്യകതകളാണോ ഉള്ളത് അതിനനുസരിച്ച് കൃത്യമായിട്ട് അവർക്ക് എന്തൊക്കെ ഘടകങ്ങൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെയാണ് മൊത്തത്തിലുള്ള ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് ആ ഹോസ്പിറ്റൽ പ്ലാനിംഗ് ടീമിന് ഒരു എഡ്യൂക്കേഷൻ നൽകുക. അതിലൂടെ ആയിരിക്കണം ആ ഒരു പ്ലാനിംഗ് ടീം പുതിയൊരു പ്ലാൻ നിർമ്മിക്കാനായിട്ട്. ക്ലിയർ ആണോ? ഈ ഒരു പിക്ചർ നോക്കി, ഇവിടെ പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാണ്. ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു റൂമുകള്, ഡിപ്പാർട്ട്മെന്റുകള്, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഹോസ്പിറ്റല്, അതിനുള്ളില് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും, അതിനുള്ളില് വിവിധ റൂമുകൾ. അപ്പൊ ആദ്യം മൊത്തത്തില് നമ്മൾ ആ ഹോസ്പിറ്റല് എത്ര സ്ക്വയർ ഫീറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കും അല്ലെങ്കിൽ പ്ലാൻ ചെയ്യും അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെയല്ലേ, എത്ര സ്ക്വയർ, ഇപ്പൊ നമ്മുടെ അവിടുത്തെ സ്പേസ്, സ്ഥലം അനുസരിച്ച് എത്ര സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് പണിയാൻ പറ്റും എന്ന് ചിന്തിക്കും അല്ലേ. ആണോ? ഒരു എത്ര സെന്റ് ആണ് സ്ഥലം, അതിനനുസരിച്ച് എത്ര സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് അതിൽ പണിയാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ ചിന്തിക്കുക അതിൽ എത്ര റൂമുകൾ വേണം ഇല്ലേ. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു സ്ഥലം നമ്മൾ പരിഗണിക്കുന്നു, ആ സ്ഥലത്ത് എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഹോസ്പിറ്റൽ പണിയാൻ പറ്റും, അതിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടണം, അതുപോലെ അവിടെ എത്ര ആ ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ എത്ര റൂമുകൾ നമ്മൾ പണിയണം. ഇങ്ങനെയാണ് അവിടുത്തെ ആ ഒരു പ്ലാനിങ് വരുന്നത്. ആദ്യം ഹോസ്പിറ്റൽ എങ്ങനെ എവിടെ പണിയണം, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ വേണം, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട എത്ര റൂമുകൾ വേണം. ഈ ഒരു രീതിയിലായിരിക്കും ആ ഒരു പ്ലാനിങ് നടക്കുക.
ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് പറയുന്നത്, സിൻസ് ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ഹോസ്പിറ്റൽ ബിൽഡിംഗ്, we have merely accepted the ideas the architect and engineers thrust on hospital. അതായത് ഇപ്പൊ ഇവിടെ ചിലപ്പോൾ ഡോക്ടേഴ്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നഴ്സസിനായിക്കോട്ടെ, അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററിനായിക്കോട്ടെ, ചിലപ്പോ ആ ഹോസ്പിറ്റൽ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട പല ലാംഗ്വേജുകളും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവാതെ വരും. ഇപ്പൊ നമുക്കാണെങ്കിലും നമ്മുടെ വീടിന്റെ ഒരു പ്ലാൻ വരച്ചുകൊണ്ടിരുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അവർ പറയുന്ന ചില ടേംസ് മനസ്സിലാവാറുണ്ടോ? ഇല്ല. കാരണം നമുക്ക് ആ ഒരു ലാംഗ്വേജ് അറിയില്ല, അവരുപയോഗിക്കുന്ന ആ ഒരു ഭാഷ അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ അതെങ്കിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമുക്ക് അത് എന്താണെന്നൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഏതൊരു കാര്യം കിട്ടിയാലും മനസ്സിലാവും, അല്ലെ? അതുപോലെ തന്നെ ഇവർ ഉൾപ്പെടുത്തുമ്പോഴും ഈ പറയുന്ന ഡോക്ടർക്കോ നഴ്സിനോ അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററിനോ ഒന്നും ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ആ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു ഭാഷ ചിലപ്പോൾ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ we have merely accepted the ideas the architect and engineer thrust on hospital. ഈ ഹോസ്പിറ്റലിനെ ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനീയറോ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു ഐഡിയ നമ്മൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലേ? ഇപ്പൊ നമുക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് സെക്ഷനിൽ ഇരിക്കുകയാണ്, ഇപ്പൊ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വലിയ പിടുത്തമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് മനസ്സിലാവാത്തതായിരിക്കും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ലേ? അവർ പറയുന്നത് യെസ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെ? അതുപോലെ തന്നെ ഇവരും എന്താണ്, ആ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ പറയുന്ന അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു ഐഡിയ ചിലപ്പോൾ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താ, അവര് പറയുന്ന ലാംഗ്വേജോ കാര്യങ്ങളോ ഇവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. Even though the multidisciplinary nature of a hospital project involved participation by professional doctor, specialists, nurses, technical staff, architects, engineers and മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി, ഒന്നിലധികം നിലകൾ, ഒരു ബഹുനില കെട്ടിടമുള്ള ഒരു വലിയ ഹോസ്പിറ്റലാണ് നമ്മൾ പണിയാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിൽ ആരെങ്കിലും ആ ഒരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റിൽ നമ്മൾ ആരെയൊക്കെ ഉൾപ്പെടുത്താറുണ്ടെങ്കിൽ പങ്കാളികളാക്കണം. ഒരു പ്രൊഫഷണൽ ഡോക്ടർ ഉണ്ടായിരിക്കണം, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം, നഴ്സസ് വേണം, ടെക്നിക്കൽ സ്റ്റാഫുകൾ വേണം, ആർക്കിടെക്ട് വേണം, എഞ്ചിനീയേഴ്സും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉൾപ്പെടണം. So the lack of common technical language needed for understanding of the common objective of this group tend to delay progress because the language and semantics used by various participants of the group can confuse and create ambiguity. അപ്പൊ ഇതിൽ പറയുന്ന ഇപ്പൊ ഒരു ആർക്കിടെക്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഉപയോഗിക്കുന്ന ചിലപ്പോൾ അവരുപയോഗിക്കുന്ന ഒരു കോമൺ ലാംഗ്വേജ് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പുരോഗതി അല്ലെങ്കിൽ തീരുമാനം എടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതാണ് അവരുപയോഗിക്കുന്ന ലാംഗ്വേജ് ആവാം, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഒരു സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥശാസ്ത്രം. അപ്പൊ അവർ ഓരോ വേർഡിനും ചിലപ്പോൾ വേറെ രീതിയിലുള്ള മീനിങ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആയിരിക്കില്ല അവര്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്കൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ നമുക്കൊരു അവ്യക്തതയൊക്കെ സൃഷ്ടിച്ചേക്കാം. സോ therefore the medical men must first understand the language of hospital project planning before interacting with architect and engineers. എപ്പോഴും ഒരു ആർക്കിടെക്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുമായിട്ടോ ഇടപെടലുകൾ നടത്തുന്നതിന് മുൻപ് ഒരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ആസൂത്രണം ചെയ്യുമ്പോൾ ഇവരുമായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഇടപെടലുകൾ നടത്തേണ്ടതായിട്ട് വരും, അല്ലെ? ഒരു മെഡിക്കൽ മെൻ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ലാംഗ്വേജ്. ഇവർ ഉപയോഗിക്കുന്ന കോമൺ ലാംഗ്വേജുകൾ, ചില കോമൺ ടേംസ് ഇവർ ഉപയോഗിക്കും, അല്ലെ? അത് അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലെ? അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഇവരുമായിട്ട് ഇടപെടുന്നതിന് മുൻപ് ഈ പറയുന്ന ആ ഒരു മെഡിക്കൽ മാൻസ് അല്ലെങ്കിൽ ഇപ്പൊ ഫിസിഷ്യൻ ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഈ ആക്റ്റീവ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആളുകള് ഇതുമായി ബന്ധപ്പെട്ട ലാംഗ്വേജുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായോ? ഇപ്പൊ ഒരു ആർക്കിടെക്ട് പറയുന്ന ഒരു ലാംഗ്വേജ് അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റണം. ഒരു എഞ്ചിനീയർ പറയുന്നതായിക്കോട്ടെ, അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു ലാംഗ്വേജ് മനസ്സിലായാൽ മാത്രമേ ഈ ഒരു പ്ലാൻ വളരെ കൃത്യമാണോ അല്ലെങ്കിൽ ആ പ്ലാനിൽ എവിടെയെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനുണ്ടോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ.
അല്ലെ? എപ്പോഴും അത് ചോദിക്കാറുണ്ട് കേട്ടോ. മെഡിക്കൽ മെൻ മസ്റ്റ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡാഷ് ഓഫ് ഹോസ്പിറ്റൽ പ്രൊജക്ട് പ്ലാനിങ് ബിഫോർ ഇന്ററാക്ടിംഗ് വിത്ത് ആർക്കിടെക്ട് ആൻഡ് എഞ്ചിനീയേഴ്സ്. എപ്പോഴും അവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കുക. ആ ലാംഗ്വേജ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു പറയുന്ന പ്ലാനും കാര്യങ്ങളും കൃത്യമാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള മുന്നോട്ട് അല്ലെങ്കിൽ പ്രോഗ്രസ് ആയിട്ട് പോകാനും പറ്റുള്ളൂ. ക്ലിയർ ആണോ ഇവിടെ വരെയും? ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാല് ഒരു അവ്യക്തത സൃഷ്ടിക്കുക, ഒരാശയക്കുഴപ്പം അല്ലെങ്കിൽ നമുക്കൊരു അവ്യക്തത തോന്നുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. ഇവിടെ one of the most important in planning a new hospital or adding new facilities in an existing hospital, it is the utilization of a competent hospital administrative consultant. ഇപ്പൊ നമുക്ക് ഒരു പുതിയൊരു ഹോസ്പിറ്റൽ നമ്മൾ പണിയാൻ പോകുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നമ്മൾ പുതിയ ഫെസിലിറ്റികൾ ആഡ് ചെയ്ത് വിപുലീകരണങ്ങൾ നടത്താറുണ്ട് അല്ലെ? അങ്ങനെ എന്തെങ്കിലും പുതിയ ഫെസിലിറ്റികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്ലാനിങ് ആവാം. അങ്ങനെ ഏതൊരു പ്ലാനിങ്ങിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് യൂട്ടിലൈസേഷൻ ഓഫ് എ കോമ്പീറ്റന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കൺസൾട്ടന്റ്. ഒരു കഴിവുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കൺസൾട്ടന്റിനെ നമ്മൾ അതിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു വ്യക്തി ആ ഒരു ടീമിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കഴിവുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് കൺസൾട്ടന്റ് ഉണ്ടായിരിക്കണം. So in Europe and USA, a class of professionals called the hospital consultant has merged separate from the professional hospital administrator. ഇപ്പൊ യൂറോപ്പിലും USA ഒക്കെ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിനെ വിളിക്കുന്നതാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. ഇവര് സെപ്പറേറ്റ് ആണ്, അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നും ഇവരുടെ പ്രൊഫഷൻ വേറെയാണ്. ഇവരൊന്നും ഒന്നല്ല. മനസ്സിലായോ? യൂറോപ്പിലും USA-യിലും അവരൊരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണലിനെ വിളിക്കുന്ന പേരാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. ഇത്രയും മനസ്സിലായോ? ഈ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ അവര് പറയുന്നത് അവിടെ സെപ്പറേറ്റ് ആണ്. ഈ പ്രൊഫഷൻസ്, അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുന്ന രണ്ട് പ്രൊഫഷനും വ്യത്യസ്തമാണ്, സെപ്പറേറ്റ് ആണ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? റിപ്ലൈ ചെയ്തേ, നല്ല മിസ്സിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ഡിബേറ്റ്. ഇത് നമുക്കൊരു ഡിബേറ്റ് നടത്തേണ്ട, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഡിബേറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ചർച്ച നടത്തേണ്ട ഒരു വിഷയമാണ്. സോ നോക്കിയപ്പോ whether such strict compartmentalization is useful or even necessary. ഇങ്ങനെ ഒരു സംവാദം നടത്തുക. അതെ, ഒരു സംവാദം നടത്തേണ്ട ഒരു കാര്യമാണ്. ഇത് ശരിക്കും നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വേർതിരിവ് ഇതിന് വേണോ, അല്ലെങ്കിൽ ഇത് ഒരുപോലെയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു സംവാദം നടത്താം. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നാടുകളിലൊക്കെ ഇവ ഒന്നായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. A professional trained as hospital administrator with adequate experience can profitably combine the job of hospital consultant and administrator. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള തൊഴിൽപരമായിട്ട് നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് മതിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു അനുഭവ പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് ഏത് ജോലി കൂടി ചെയ്യാം? ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ജോലി ചെയ്യാം. മനസ്സിലായോ? സച്ച് എ പ്രൊഫഷണൽ, അങ്ങനെയുള്ള ഒരു പ്രൊഫഷണലിനെ നമ്മുടെ നാടുകളിൽ വിളിക്കുന്ന പേരാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. ഇപ്പൊ USA-യിലും യൂറോപ്പിലും ആയിരുന്നു ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും രണ്ട് പ്രൊഫഷൻ ആയിട്ടാണ് അവർ അംഗീകരിച്ചിരുന്നത്. പക്ഷെ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിൽ പോലും നമ്മുടെ രാജ്യങ്ങളിൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ കിട്ടിയ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഈ പറയുന്ന കൺസൾട്ടേഷൻ, അഡ്മിനിസ്ട്രേറ്റർ എന്ന ജോലിയും കൺസൾട്ടന്റ് എന്നുള്ള ജോലിയും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഒരു പ്രൊഫഷനിലെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് തന്നെയാണ്. അപ്പൊ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, അവിടെ അത് ആരാണ് ശരിക്കും? ആരെയാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്, അല്ലേ? ആണോ?
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്. അവര് നല്ല ട്രെയിൻഡ് അല്ല, നല്ല പരിശീലനങ്ങൾ കിട്ടിയിട്ടുള്ള നല്ല ആഡിക്വേറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു കൺസൾട്ടന്റ് ആവാനുള്ള യോഗ്യതയുള്ളത്. ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ ആണോ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത്രയും ഭാഗം ഒന്ന് വായിച്ചിട്ട് വരണേ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. താങ്ക് യു.